ഒരു ജാഥ കടന്നുപോയി അവർ സംവാദം നടത്തിയിരുന്നു. അവർ സംവാദം നടത്തിയത് വമ്പൻ കൂറ്റൻ മുതലാളിമാരോടാണ്. ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ അതിൻ്റെ 7 അയലത്തേക്ക് പോലും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് കോഴിക്കോട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു അഭിവാദ്യം ഈ ജാഥയ്ക്ക് നൽകുകയാണ്. സാർ, ഞങ്ങൾക്ക് പറയാനുള്ള ഒന്ന്, ഞങ്ങളുടെ സിറ്റിയിലെ പ്രശ്നങ്ങളാണ്. ഇന്ന് പാർക്കിങ്ങിൻ്റെ പ്രശ്നം തന്നെ. ഇവിടെ 4300 ചില്ലാനം ഓട്ടോറിക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഹരിത ട്രിബ്യൂണൽ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3000 വണ്ടികൾക്ക് പെർമിറ്റ് കൊടുത്തു. അതിനെതിരെ ഞങ്ങൾ കേസിന് പോയ ആൾക്കാരാണ്. കേസിന് പോയ സമയത്ത് ആ പെർമിറ്റ് ഓക്കെ ആകുന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ചത് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പറഞ്ഞത് ഇവർക്ക് വേണ്ട എന്ത് സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം, പാർക്കിംഗ് കൊടുത്തോളാം, ബാത്റൂം സൗകര്യം കൊടുത്തോളാം, റെസ്റ്റിംഗ് റൂം കൊടുത്തോളാം. എന്നാൽ ഇതൊക്കെ കടലാസിലല്ല ആണെന്നല്ലാതെ ഞങ്ങൾക്കൊരു സൗകര്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ, ഇപ്പോൾ 7000 ചില്ലാനം വണ്ടി സിറ്റീൻ്റെ ഉള്ളിൽ ഓടുന്നുണ്ട്. ആ 7000 ചില്ലാനം വണ്ടികൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തുമ്പോഴത്തേക്ക് മുന്നിലൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നില്ല, ബാക്കിലൂടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് 1000 രൂപ ഒരു ഓട്ടോറിക്ഷക്കാരന് ഫൈൻ ഇടുക ദിവസം. ആ 1000 രൂപ ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ അവന് ഒരു ആഴ്ച പണിയെടുത്താൽ അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് എന്നുള്ളത്. അതേമാതിരി തന്നെ ഞങ്ങളുടെ ക്ഷേമനിധിൻ്റെ പ്രശ്നങ്ങളും വളരെ ഗൗരവമായിട്ട് തന്നെ ഒന്ന് എടുക്കണം. എന്നുവെച്ചാൽ ക്ഷേമനിധി മര്യാദയ്ക്ക് ഇപ്പം അടച്ചിങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് രണ്ട് ആണ് കാര്യമായിട്ട് പറയാനുള്ളതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് പറയുന്നത്.